ഇന്ന് ശിഹാബ് തങ്ങൾ ഓർമ്മദിനം. കേരളത്തിന്റെ കണ്ണും കരളുമായി ജീവിച്ച് മാനവികതയുടെ ഉണർത്തുപാട്ടുമായി ജനഹൃദയങ്ങളിൽ കൂടുകെട്ടിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾ ഇപ്പോഴും മായാതെ മറയാതെ കിടക്കുന്നു. ആ മഹാനുഭാവനെ അയവിറക്കാതെ ഒരു ദിനവും മലയാളിക്ക് കടന്നു പോകാനാവില്ല. ആരോരുമറിയാതെ എത്രയോ പേർക്ക് സ്നേഹവും സാന്ത്വനവും സമ്മാനിച്ചാണ് ആ മഹാനുഭാവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. തങ്ങളുടെ സാന്ത്വനമേറ്റവർ, പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ചവർ, മറുകൈ പോലും അറിയാതെ തങ്ങളുടെ കാരുണ്യത്തിന്റെ സ്പർശമേറ്റവർ, അവർക്കൊന്നും പിന്നെയും പിന്നെയും പാണക്കാട്ട് തിരുമുറ്റത്തെത്താതിരിക്കാനാവില്ല. സമാശ്വാസത്തിന്റെ പ്രകാശഗോപുരമായിരുന്നു തങ്ങൾ. മരണം കീഴ്പ്പെടുത്താത്ത ജീവനില്ല. എന്നാൽ നന്മ നിറഞ്ഞ ഓർമ്മകളെ കീഴടക്കാൻ മരണത്തിന് കഴിഞ്ഞിട്ടുമില്ല. മാനവികതയാൽ നിറഞ്ഞുകത്തുന്ന വിളക്കായി ഇപ്പോഴും തങ്ങൾ വെളിച്ചം വിതറിക്കൊണ്ടിരിക്കുന്നു. ശിഹാബ് തങ്ങളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തവരും ആ മഹാന്റെ സാമൂഹ്യ സ്പർശം മനസ്സിലാക്കി ഇപ്പോഴും കൊടപ്പനക്കലിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കൾ, മതപ്രമുഖർ, വിദേശ പ്രതിനിധികൾ, കായിക താരങ്ങൾ, ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർ, അങ്ങനെ തങ്ങൾക്ക് മുന്നിൽ വലിപ്പച്ചെറുപ്പമില്ല. ലോകമുള്ള കാലത്തോളം ആ സ്നേഹനിലാവിനെ മറക്കാനാവില്ല. മറഞ്ഞു പോകില്ല. കാലം മറയും. പുതിയ ലോകം വരും. ശിഹാബ് തങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നിലാവ് ഉദിച്ചുയരാൻ സാധ്യതയില്ല. ജീവചരിത്രം എഴുതാതെ, ഒരിക്കലും വായിക്കപ്പെടാതെ ജനകോടികളുടെ മനസ്സുകളിൽ അക്ഷരത്തെളിച്ചം പോലെ ശിഹാബ് തങ്ങൾ മായാതെ മങ്ങാതെ നിറഞ്ഞു നിൽക്കുന്നു. കേരളത്തിന്റെ മനസ്സുകളിൽ സമാശ്വാസം എന്ന വാക്കിന് ശരിയായ അർത്ഥം സമ്മാനിച്ച മഹാൻ, ജീവകാരുണ്യത്തിന് അതിരുകളില്ലെന്ന് തെളിയിച്ച മനുഷ്യസ്നേഹി. അത്യാഹിതങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവിടേക്ക് മനുഷ്യത്വത്തിന്റെ, കാരുണ്യത്തിന്റെ സ്പർശം എത്തിച്ചേരുമ്പോൾ അറിയാതെ നമ്മളെല്ലാവരും ഓർത്തുപോകുന്ന നാമമുണ്ട്: ശിഹാബ് തങ്ങൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും വലിയ ആഹ്വാനങ്ങളോ പ്രഖ്യാപനങ്ങളോ നടത്തിയിരുന്നില്ല. എന്നിട്ടും ശിഹാബ് തങ്ങളുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഇന്ന് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും മാനവികതയുടെ പർവ്വതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും പെയ്തിറങ്ങിയ ആശ്വാസത്തിന്റെ തെളിനീർ കേരളം ഇപ്പോഴും ആസ്വദിക്കുന്നു.